ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഡയലോഗിന് മറ്റൊരു സ്വഭാവം കൈവരുന്ന സ്വഭാവം അതൊക്കെ ഭരതനാട്യം മാറി മോഹിനിയാട്ടം ആവുമ്പോഴും ഉണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി. അതായത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള ടൈപ്പ് ഓഫ് ഡയലോഗ്സും അതിലുണ്ടാകുന്ന ഹ്യൂമറും ഒക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഭരതനാട്യത്തിനേക്കാളും ഒരു 10 മടങ്ങ് കൂടുതലാന്ന് തോന്നുന്നു മോഹിനിയാട്ടത്തില്. ഈ മോഹിനിയാട്ടം എന്ന പേര് നിർദ്ദേശിച്ചത് മിഥുൻ മാനുവൽ തോമസ് ആണെന്ന് ഒരു അറിവുണ്ട്. അദ്ദേഹം ഇതിന്റെ മറ്റ് ഏതെങ്കിലും വശത്ത് അദ്ദേഹത്തിന് ഒരു സൂപ്പർവിഷൻ ഉണ്ടോ? ഡെഫിനറ്റ്ലി. സ്ക്രിപ്റ്റ് അദ്ദേഹം 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പിന്നെ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്സും അദ്ദേഹം തന്നിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനോടൊന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരതനാട്യം റിലീസായ സമയത്ത് കുറച്ച് പേരെങ്കിലും പറഞ്ഞായിരുന്നു ഇതൊരു തിയേറ്ററിക്കൽ വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ല, ഇത് നമ്മൾ വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന്. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 30-35 മിനിറ്റിലാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നാവുന്നത്. അതുവരെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മളിപ്പം മോഹിനിയാട്ടത്തിൽ നമ്മൾ മോഹിനിയാട്ടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം 5-ാമത്തെ മിനിറ്റ് തന്നെ നമ്മൾ ഇന്നാകുന്ന രീതിയിലുള്ള സീൻസും അവിടുന്ന് പിന്നെ ഒരേ ടെമ്പോയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ടെമ്പോയിൽ ഇങ്ങനെ സിനിമ ആ ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ മനസ്സിൽ വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വരേണ്ടത് കൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സെൻസ് ഒക്കെ ഉള്ള ഒരാളും കൂടെ ഇത് വായിച്ചാൽ നല്ലതായിരിക്കും. തിയേറ്റർ സെൻസ് ഉള്ള ഒരാൾ. അതെ, ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മിഥുനെ കൊണ്ടൊന്ന് വായിപ്പിച്ചാലോ. മിഥുന്റെ പല പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അത്രയും ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ സഹായിക്കാൻ റെഡി ആയിരിക്കും. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു വെച്ചാൽ ആടിന്റെ പ്രിപ്പറേഷനിലാണ്, അണലി ഒരു സൈഡിൽ ഷൂട്ട് നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ മിഥുൻ മെയ്ഡ് ദ പോയിന്റ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് മീ. അതുപോലെ തന്നെ കറക്റ്റ് സമയത്തിന് പുള്ളി അത് വായിക്കുകയും അത് 3 പ്രാവശ്യം വായിക്കുകയും എന്നിട്ട് അതിനകത്ത് ഇൻപുട്സ് തരികയും അതെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മളിപ്പം മോഹിനിയാട്ടമായിട്ട് വരുന്നത്. അരുൺ ഘോഷ്, അജയ് ഘോഷ്, നിങ്ങൾ രണ്ടുപേരുടെ ഐഡന്റിറ്റി തന്നെ ഭരതനാട്യത്തിലെ ഇരട്ട സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ അഭിനയിച്ച 2 പേർ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മോഹിനിയാട്ടത്തിൽ എത്തുമ്പോൾ അത് ഏതൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയുണ്ട് പ്രതീക്ഷകൾ? മോഹിനിയാട്ടത്തില് അതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. നല്ല പ്രതീക്ഷ ഉണ്ട്. എന്തൊക്കെയുണ്ട്? നല്ല പ്രതീക്ഷ ഉണ്ട്. നേരത്തെ തന്നെയും ഇച്ചിരി വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാരും അതേപോലെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എല്ലാരും സപ്പോർട്ടുള്ള സെറ്റാണ്. ഈ ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് എത്തുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണോ ഇപ്പൊ ഫുൾ ടൈം? സുഭാഷിനോട് ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സുഭാഷ് നിങ്ങളായിട്ടുള്ള ബന്ധം ഏത് വിധത്തിലാണ് ഈ മോഹിനിയാട്ടത്തിന്? നല്ല ബന്ധമുണ്ട്. ഈ ആളുകളുടെ ഒരു സുഖവും സന്തോഷവും ക്ഷേമവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ സുഭാഷ്. ഭരതനാട്യം ശരിക്കും നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സീക്വൻസ്, ഓറഞ്ചൊക്കെ എന്തിന്റെ ബോർഡിനടിയിലാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ സുഭാഷിന്റെ ആ ഒരു നന്മേഷ് സ്വഭാവം എവിടെ നിൽക്കുന്നു? അതെ, ആ സ്വഭാവം അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഇപ്പൊ ഇവര് ലൊക്കേഷൻ മാറി. അതായത് ഭരതനായരുടെ മരണത്തിന് ശേഷം ഈ കുടുംബം ഇപ്പൊ ശ്രീകണ്ഠാപുരത്തേക്ക് മാറിയിരിക്കുകയാണ്, ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഞാൻ സുഭാഷേട്ടനെ സംസാരിക്കട്ടെ. അപ്പോ ശ്രീകണ്ഠാപുരത്ത് ശശിയേട്ടനെ എന്നും പിന്തുടരുന്ന, ശശിയേട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത പുതിയ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ ശശിയേട്ടന്റെ ജീവിതം. അപ്പൊ ഒരു പുതിയൊരു പ്രശ്നം വരികയും ആ പ്രശ്നത്തിൽ ഇടപെടാനും സുഭാഷ് അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ കണ്ടിന്യൂഷൻ. അപ്പോ ആക്ച്വലി ഡേ വൈസ് ഈ ഭരതനാട്യം സിനിമ അവസാനിക്കുന്ന അന്ന് തൊട്ടിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ കഥ, മോഹിനിയാട്ടത്തിന്റെ കഥ തുടങ്ങുന്നു. ഒരു 40 ഡേയ്സിന്റെ ഉള്ളിൽ, ഒരു 40 ഡേയ്സിനുള്ളിലാണ് അടുത്ത കഥ. അതായത് ഭരതനാട്യം ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞ് ആ 1 കൊല്ലത്തിന് ശേഷം 40 ദിവസത്തെ കണ്ടിന്യൂറ്റി പോകേണ്ടി വന്നു. എന്തോ ആയതല്ലേ നമ്മൾ അതേ കണ്ടിന്യൂറ്റിയിൽ എല്ലാരെയും നമുക്ക് രൂപങ്ങൾ അതുപോലെ കിട്ടി, മാച്ചായി കിട്ടി. അല്ലേ, അതൊരു വേറൊരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ലുക്ക് ആയതുകൊണ്ട് ആ മുണ്ട് ഷർട്ട് എല്ലാം ഇടുമ്പോഴേക്കും കറക്റ്റ് സുഭാഷായി മാറാൻ പറ്റി.
കുറച്ച് നേരത്തേക്ക് ഞാനിതിനെ ഭരതൻ നായരുടെ ശരിക്കുള്ള വീടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കഥാപാത്രങ്ങളുണ്ട്. ശശിയാണ്, 2 അജയും അരുണുമാണ്, സുഭാഷാണ്. ഓക്കെ, തുടങ്ങട്ടെ. എങ്ങനെ പോകുന്നു ഗൃഹപൂജയൊക്കെ? അതിന്റെ ഫണ്ടൊക്കെ എന്താ ചെയ്യുന്നത്? ഗ്രഹപൂജയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോഴും ഉണ്ടോ ഗൃഹപൂജ? അത് വിടില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കോലിടുന്നുണ്ട് നമ്മുടെ സുഭാഷ്. സുഭാഷിന് പറഞ്ഞ പോലെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. സുഭാഷിന് ഇപ്പം എന്താ വെച്ചാല് മേധാവിയാണ് ഇതിന്റെയൊക്കെ. അങ്ങനെ അതായത് ശശിയേട്ടൻ കാലാകാലമായി സെക്രട്ടറി ആയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം, അതാണ് എന്റെ ആവശ്യം. അതാ ഞാൻ സെക്രട്ടറി ആയ. അതെ അതെ, അതിന്റെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇതില് ഒരാളെ പരീക്ഷ എഴുതാൻ വേണ്ടി വേറൊരാളെ സഹായിക്കുന്നതിന്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടതാണ് അതൊക്കെ. അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ആത്മാർത്ഥതയുടെ പാതയിൽ തന്നെയാണോ? അല്ല, പക്ഷെ പരീക്ഷ എഴുതാതെ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വേറൊരാളെ സഹായിക്കാലോ, വേറൊരാൾക്ക് നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാലോ. സഹായം നിർത്തി വെച്ചേക്കാൻ സഹായം സ്റ്റോപ്പ് ചെയ്ത് ചുമയുണ്ടോ? ചെറുതായിട്ട്. വെള്ളോ ചായ എന്തെങ്കിലും? ചായ ചായ വിത്തൗട്ട്. അല്ലതെ, ഒരു ചായ വിത്തൗട്ട്. ഹലോ ലത, ഇരിക്കും. ചായയാണ് ഇവിടുത്തെ ഒരു രീതി ഇതാണ്. ഭരതനായരുടെ ഫാമിലിയിൽ അങ്ങനെയാ, എല്ലാരും ടാങ്കിന്റെ ആൾക്കാരാ. ലത, എങ്ങനെയുണ്ട്? സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, അതോ ഇപ്പോഴും ഭർത്താവിനെ ജോലിക്ക് അയക്കാനുള്ള ഒരു പ്ലാനിലാണോ? എന്തൊക്കെയാണ് പരിപാടികൾ? ഭർത്താവിന്റെ ജോലി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ 41 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതെ 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 അതെ. അതിന് പിന്നെ ഞങ്ങൾക്ക് വലിയൊരു പറ്റി. അപ്പൊ അതിന്റെ പുറകെയാണ്. നിങ്ങൾ എന്തൊക്കെ ചികിത്സകളൊക്കെ നടക്കുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിന്റെ ഇടയ്ക്ക് അതൊന്നും നടക്കുന്നില്ല ആക്ച്വലി. ഇതിന്റെ ടെൻഷൻ മാറിയാലല്ലേ ടെൻഷന് മുകളിൽ ടെൻഷൻ വന്നോണ്ടിരിക്കുന്നത്. എക്സ്പെൻസീവ് ചികിത്സയാണ്. അത് കാരണം വെളിച്ചപ്പാടൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു അദ്ദേഹം? അവരൊക്കെ ഉണ്ട്, അവിടെ നാട്ടിലുണ്ട്. ഞങ്ങളിപ്പോ കണ്ണൂരാണല്ലോ. ശ്രീകണ്ഠാപുരത്തേക്ക് ഇപ്പൊ എങ്ങനെയാ പോക്കൊക്കെ? അവിടെയും ഇത് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അതായത് ഭരതനായരുടെ മറ്റൊരു അവിടെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല്, ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം ഭരതനായരുടെ എന്താണ് എക്സാക്ട്ലി ഫാമിലിയിലെ ഒരു പ്രശ്നം എന്നൊക്കെ. പക്ഷെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോയപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അവരത് അറിയാനും പാടില്ല. അപ്പൊ അതിന്റെ നമ്മളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ എങ്ങനെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുക? അറ്റ് എ ടൈം നമുക്ക് ഒരാളെ പുറത്തിറക്കാൻ പറ്റും. ഇവിടെ ഇവനെ അറിയാം, പക്ഷെ ഇവനെ അറിയില്ലല്ലോ. അല്ല, അത് പിന്നെ പ്രശ്നമില്ല. ഇത് രണ്ടായി പോയതാ അവരറിയില്ല, അവരൊന്നായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അതെ അതെ അതെ. ഈ ആ കോളിംഗ് ബെൽ നന്നാക്കിയോ ശ്രീകണ്ഠാപുരത്ത് വീട്ടിൽ? അതൊരു പോയിന്റ്. അല്ല, അത് പക്ഷെ വാടക വീടായിരുന്നു. വേറൊരു വീട്ടിലേക്കാണ് വീട് മാറി. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അതായത് ഭരതനായരുടെ അൺഒഫീഷ്യൽ വൈഫ്, ശരിക്കും ഒഫീഷ്യലാണ് പക്ഷെ അൺഒഫീഷ്യൽ ആയിപ്പോയത്. അപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടോ? അച്ഛൻ പോയില്ലേ, ഇനി എന്തൊരു സർട്ടിഫിക്കറ്റ്? ഇപ്പൊ അത് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. പിന്നെ നമ്മുടെ രുക്മിണിയമ്മ ഒരു വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ പാർട്ടീഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളായിട്ട് മുമ്പോട്ടൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തൽക്കാലം നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഒരു കുടുംബമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്.